ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ നല്ല തൈര് സാദത്തിൻ്റെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആയിട്ടുള്ള വളരെ രുചികരമായിട്ടുള്ള എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന നല്ലൊരു കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ലോള് കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കോവയ്ക്ക തന്നെയാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 300 ഗ്രാം അളവിൽ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലതുപോലെ പച്ച കോവയ്ക്ക നോക്കി മാക്സിമം എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ചെറുതായിട്ട് ലൈറ്റായിട്ടൊന്ന് പഴുത്തു തുടങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഈ ഒരു അളവിലാണ് ഇത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം രണ്ട് സൈഡും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വട്ടത്തിൽ തന്നെ ഒന്ന് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എങ്കിൽ മാത്രമേ അതിലേക്ക് നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് പിടിച്ചു വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കഴുകി എടുത്തിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. എന്നാൽ ശരി, ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടതാണ് ഒരല്പം തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. വളരെ കുറച്ച് മാത്രം മതിയാവും. ഒരു അരമുറി തേങ്ങയുടെ ഒരു 1/4 ഭാഗത്തോളം മാത്രമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 4 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഒരുപാട് വേണ്ട, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് പിന്നീട് നമ്മൾ ഇതിലേക്ക് വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതുപോലൊരു 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതും ചേർക്കുകയാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. അത്യാവശ്യം വലിയ വെളുത്തുള്ളി അല്ലിയിൽ ഒരു 7 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 10-15ഓളം വെളുത്തുള്ളി അല്ലി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി അല്ലിയും കൂടി നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം. നമ്മുടെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറിക്കിട്ടണം. അതായത് ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കിട്ടിയാൽ മതിയാവും. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള വറ്റൽമുളകാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ തേങ്ങയും വെളുത്തുള്ളി അല്ലിയും എല്ലാം നല്ലതുപോലെ ഒന്ന് കളറ് മാറിയതിന് ശേഷം ലാസ്റ്റിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ തേങ്ങയുടെ പുറത്തുള്ള കളർ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി അല്ലിയുടെയും കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങിയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെള്ള എള്ളും കൂടി. വെളുത്ത എള്ളിന് പകരം നമുക്കിതിലേക്ക് കറുത്ത എള്ളും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഏതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിലാണ് ഒരല്പം എള്ളും കൂടി. എള്ളിനിപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ചേർത്ത് കൊടുത്തേക്കണം. എള്ള് ലാസ്റ്റിൽ ചേർത്താൽ മതി കേട്ടോ. കാരണം ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് വറുത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലേക്കൊന്ന് മാറ്റാം. മിക്സിയുടെ ജാറിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഇത് ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ വേണം നമ്മളൊന്ന് പൊടിച്ചെടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ നമുക്ക് തരിതരിയായിട്ടൊന്ന് കിട്ടിക്കോളും. ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാനായിട്ട്. നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണ്ടത് വീണ്ടും അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുത്തേക്കണം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം മതിയാവും. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുകും കൂടിയാണ്. കടുകിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 7-8 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. അതും കൂടി ചേർക്കാം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ ഈ ചെറിയ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങട്ടെ. ഇതുപോലെ നമ്മുടെ ചെറിയ ഉള്ളി എല്ലാം ലൈറ്റായിട്ടൊന്ന് വഴണ്ട് തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോവയ്ക്കയും കൂടിയാണ്. അപ്പോൾ അതും ചേർക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കോവയ്ക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ ഒരു സമയം ഒന്ന് ചേർത്ത് കൊടുത്തേക്കണം. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എല്ലാം ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിപ്പോൾ ഫ്ലെയിം മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ലോ ഫ്ലെയിം വെക്കേണ്ട ആവശ്യമില്ല. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് നമ്മളിത് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് കോവയ്ക്കയിൽ പിടിക്കുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും.
ഇതുപോലെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ട അടുത്ത കാര്യമാണ് ഒരു 2 മിനിറ്റോളം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമ്മളൊന്ന് വേവിച്ചെടുക്കണം. അത്രയും സമയം കൊണ്ട് ഈ കോവയ്ക്കയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒരു തരം കറ പോലത്തെ ഒരു സംഭവമുണ്ട്, ആ ഒരു പച്ചപ്പ്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരല്പസമയം ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അത്രയും സമയം കൊണ്ട് തന്നെ കോവയ്ക്കൊക്കെ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഒരു 2 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് ആരും മറക്കരുത്. ഇതുപോലെ നന്നായിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ തേങ്ങാ മിക്സും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഈ മിക്സ് എല്ലാം നമ്മുടെ ഈ കോവയ്ക്കയിലൊന്ന് പിടിച്ച് കിട്ടുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. വെള്ളമൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കേണ്ടത്. ഇതുപോലെ നല്ല രീതിയിൽ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. നന്നായിട്ട് ലോ ഫ്ലെയിമിൽ സിമ്മിലിട്ടിരിക്കണം. ആവശ്യത്തിന് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുകയാണ്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. നല്ല രീതിയിൽ ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളൊന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ വീണ്ടും ഒരു 2 മിനിറ്റും കൂടി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആരും മറക്കരുത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരേ ഒരു സൈഡ് മാത്രമേ അത് നല്ലതുപോലെ വെന്ത് കിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്ത് മാത്രം ടേസ്റ്റി ആയിട്ടായിരിക്കും നമ്മുടെ ഈ കോവയ്ക്ക ഫ്രൈ കിട്ടിയിട്ടുണ്ടാവുകയെന്ന്. ഒരു സ്പെഷ്യൽ ടേസ്റ്റിലായിരിക്കും കേട്ടോ നമുക്കിത് ഉണ്ടാവുന്നത്. സാധാരണ നമ്മൾ കോവയ്ക്ക തോരൻ വെക്കുന്നതിൽ നിന്നും അതുപോലെ തന്നെ കോവയ്ക്കയിലെ കറിയൊക്കെ വെക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലായിരിക്കും കിട്ടുന്നത്. ഉറപ്പായിട്ടും എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല തൈര് സാധനത്തിൻ്റെ കൂടെയൊക്കെ ഒരു സൂപ്പറായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് ഇതുപോലെ ഒരു കോവയ്ക്ക ഫ്രൈയും രസവും ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.